വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമുക്ക് കുറച്ച് കാര്യം പറഞ്ഞാലോ. എനിക്ക് എൻ്റെ ഫേസ് കാണിക്കാൻ വലിയ താല്പര്യമില്ല, പക്ഷെ എനിക്ക് എൻ്റെ ഒപ്പീനിയൻ, എൻ്റെ നിലപാട് വ്യക്തമാക്കണമെന്നുണ്ട്. ഒരുപാട് ആളുകൾ അവരുടെ ഒപ്പീനിയൻ വ്യക്തമാക്കുന്നുണ്ട്. നമുക്ക് മുഖം നോക്കാതെ പറയാന്നേ. ഏതായാലും ഞാൻ നിങ്ങളെ കാണുന്നില്ല, നിങ്ങൾ എന്നെ കാണണ്ട. അതുകൊണ്ടല്ല കേട്ടോ, എനിക്ക് ഫേസ് കാണിക്കാനുള്ള ഒരു ചമ്മലും ഉണ്ട്. അപ്പം എനിക്ക് എൻ്റെ ഒപ്പീനിയൻസ് ഒക്കെ യൂട്യൂബിൽ ഷെയർ ചെയ്യണമെന്ന് തോന്നി. എനിക്ക് വ്യക്തിപരമായിട്ടുള്ള എൻ്റെ കാര്യങ്ങൾ കണ്ടന്റ് ഷെയർ ചെയ്യണമെന്ന് തോന്നി. തൂക്കി ചുവന്ന കരങ്ങളോടെ തൂക്കി 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 ചുവന്ന കരങ്ങളോടെ അണ്ണൻ തൂക്കിയിരിക്കുകയാണ്. ഷമീറിന്റെ റിപ്പോർട്ട് അണ്ണൻ വലിച്ചു കീറി ഒട്ടിച്ചിരിക്കുകയാണ്. അതായത് നമ്മളിപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഷമീറിന്റെ വിഷയം. അണ്ണൻ അങ്ങ് തൂക്കാൻ കാരണം കൊണ്ട് അവൻ കയറി അങ്ങ് ചൊറിഞ്ഞത്. അണ്ണൻ കയറി മാന്തി വലിച്ച് കീറി ഒട്ടിച്ചിട്ടുണ്ട്. അണ്ണൻ അങ്ങനെ അങ്ങ് ഹൈപ്പറൊന്നും ആയിട്ടില്ല. അണ്ണൻ വളരെ നൈസായിട്ട് അതൊന്ന് ഡീൽ ചെയ്ത് എനിക്കതൊക്കെ ഇഷ്ടപ്പെട്ടു. അണ്ണനെ അന്വേഷിച്ച് കണ്ടെത്തി ഫുൾ നെഗറ്റീവ് എന്നുള്ള അവൻ്റെ ഫേക്ക് അങ്ങനെ മാറ്റി കിട്ടി. അതിൻ്റെ അത് മാത്രമല്ല, അവരുടെ അവൻ എവിടെ നിന്നാണോ ആ റിസൾട്ട് ഒപ്പിച്ചത്, ആ റിസൾട്ടിന്റെ ആളുകൾ പോലും അവനെതിരെ പരാതി കൊടുത്തിട്ടുണ്ടെന്നാണ് അണ്ണൻ പറഞ്ഞിട്ടുള്ളത്. അവിടേക്ക് വിളിച്ച് കോൾ റെക്കോർഡ് അടക്കം കാണാൻ തൂക്കിയിരിക്കുകയാണ് മക്കളെ. ഹാൻഡ്സ് ഓഫ് അണ്ണ. ഓക്കെ, കാണിച്ചതിൻ്റെ കൂട്ടത്തിൽ ഷമീർ ഒന്ന് രണ്ട് കാര്യം കൂടി പറഞ്ഞു, അത് ആദ്യം വെക്കാം. അപ്പോൾ അരിയണ്ണന് മിക്കവാറും ഒരു കണ്ടന്റ് ആയിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. അരിയണ്ണൻ BMW ഷോറൂമിലെല്ലാം പോയി വണ്ടിയൊക്കെ നോക്കി അഡ്വാൻസ് ഒക്കെ കൊടുത്തെന്ന് പറയുന്നുണ്ടായിരുന്നു. നല്ല ആവശ്യം ഉണ്ടായിരുന്നു മോനെ. വെറുതെ ഇരിക്കുന്ന അരിയണ്ണന്റെ ചെറിയുണ്ട്. നിന്റെ ആ നെഗറ്റീവ് കാണിച്ച് പോയായിരുന്നെങ്കിൽ ഇതിപ്പോ വല്ലവരും അറിഞ്ഞായിരുന്നോ? ഇതിപ്പോ അവര് നിനക്കെതിരെ എന്തായാലും കംപ്ലൈന്റ് പോയിട്ടുണ്ട് നിന്റെ ഈ വീഡിയോ കണ്ടിട്ട്. എന്നാലും അരിയണ്ണനെ വിളിച്ച് നാട്ടുകാരെ കൂടി ഇറക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു ഷമീറെ. ഞാൻ റിയാക്ട് ചെയ്യും. റിയാക്ഷൻ അല്ല, ഐ ഹാവ് സം ഡൗട്ട്സ്. ഇതൊരു സംശയങ്ങളാണ്. ഷമീർ എനിക്ക് തീർത്ത് തന്നാൽ അത്രയും നല്ലത്. ഓക്കെ, ഷമീറിനെ തീർക്കാനും പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് തുടങ്ങിയല്ലോ. പിന്നെ BMW കഥ. BMW ഞാൻ ഒഴിവാക്കി ഷമീർ. എനിക്കിപ്പോൾ BM ഇല്ല എൻ്റെ കയ്യിൽ. ഉണ്ടായിരുന്ന BM കൊടുത്തിട്ടാണ് ഞാനൊരു മെർസിഡീസ് ബെൻസ് എടുത്തത്. ഇനിയിപ്പോൾ ഞാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കണ്ടൻ്റൊക്കെ ചെയ്തതിന് ശേഷം കുറച്ച് പൈസ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഒരു റേഞ്ച് റോവർ എടുക്കാം. അപ്പോൾ നിങ്ങളൊന്നും ജയിലിലല്ല. വല്ല കാര്യം ഉണ്ടായിരുന്നോടാ? കിട്ടേണ്ടത് കിട്ടിയപ്പോ സമാധാനം ഇല്ലേ? അരിയണ്ണ നിങ്ങളെ കൊടുത്തു അവരെ അണ്ണാക്കി പീരി വെട്ടിയിരിക്കുന്നുണ്ടോ? നിങ്ങളെ മുന്നിൽ കൂടി 2 റൗണ്ട് അടിച്ച് ഞാൻ പോണത് നിങ്ങൾ നോക്കിയെന്നുണ്ട്. അപ്പോൾ ഡ്രഗ് റിസൾട്ട് കിട്ടി. അപ്പോൾ എനിക്ക് പറയാനുള്ള വെച്ചാൽ കുറേ ആൾക്കാർ ഓപ്പൺ ചാലഞ്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ പുറത്ത്. ആരാ നിങ്ങൾക്ക് അറിയാൻ പറഞ്ഞില്ല. ഓപ്പൺ ചാലഞ്ച് വെച്ചവരൊന്നും ഇപ്പോൾ എവിടെയാണെന്നോ എന്താണെന്നോ ആർക്കും അറിയില്ല. അവരൊക്കെ ഏതോ കുന്നിൻ്റെയോ മലൻ്റെയോ മുകളിൽ പോയി ഒളിച്ച് നിൽക്കായിരിക്കും. എടാ നീയൊക്കെ അവന്റെ അത് മൂഞ്ചിച്ചിട്ടല്ലേടാ നീയൊക്കെ ഇപ്പം അവനെ തന്നെ പറയുന്നത്. അവൻ നല്ലവനാണെന്നല്ല, എന്നാലും അവന്റെ അത് പോയി നന്നായി വായിലിട്ട് കൊടുത്തിട്ടല്ലേടോ നീയൊക്കെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ചലക്കുന്നത്, ചലക്കുന്നത്. നായേ, നിനക്ക് എന്താടാ വേണ്ടേ? നിനക്ക് ജനിപ്പിച്ച അച്ഛനെ അമ്മനെ ആലോചിച്ചിട്ടാണ് എനിക്ക് ബാപ്പിൽ നിന്ന് ഇത് പിഴച്ചാവോ ഇതുപോലൊരു പിഴച്ച സാധനത്തിന് ഉണ്ടാക്കാൻ. നിന്നൊക്കെ എന്താ വിളിക്കണ്ടേ? തീട്ടെന്ന് വിളിക്കാൻ പറ്റില്ല, മനസ്സിലായില്ലേ? തീട്ട എത്രയും നല്ലതാ. തീട്ടം അരി തിന്നാ പോലും നിന്റെ അത്ര ഒന്നും വൃത്തികെട്ട മണം ഇവിടെ ഒരാൾക്കുണ്ടാവത്തില്ല. അജതി വിപത്താണടാ നീയൊക്കെ, വിപത്ത്. മാറി അങ്ങനെയാണ്, അവന് ഇങ്ങനെ, അവൻ കുന്നിന്റെ മേലെയാണ്. പിന്നെ നീ എവിടെയാടാ? നീ പിന്നെ ഒളിവിലല്ലേ? പിന്നെ ബോധയില്ലേ? ഇതുപോലൊരു വാണത്തിന് എന്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ലേ? കാണുന്നു എല്ലാ പെണ്ണുങ്ങളും. നിങ്ങക്ക് എന്താടെ തോന്നുന്നത്? നായേ കൊപ്പി ചത്തൂറ. അത്രയ്ക്ക് സമാധാനം വേണ്ടി. ഇനി അവനവന്റെ റിപ്പോർട്ട് കൊണ്ട് ക്യാൻസൽ തരാമെന്നില്ല പറ്റി റിപ്പോർട്ട്. ഇത് നിങ്ങൾ ഇനി ശ്രദ്ധിക്കണം കേട്ടോ. ഈ കള്ളന്മാരെ കള്ളം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നൊരു പരിപാടിയാണേ. ഇതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അവൻ ഇനി പറയാൻ പോകുന്നത് വെച്ചാലേ, നിങ്ങള് റിപ്പോർട്ടിൽ ഇനി എന്തെങ്കിലും ഫേക്ക് ആണെന്ന് തോന്നിയാൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ കള്ളന്മാര് ഞാൻ കള്ളം ചെയ്യുന്നില്ല കേട്ടോ എന്ന് പറയുന്നത് പോലെ നീ ശ്രദ്ധിച്ചോളൂ.
ഒരു കോപ്പി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, അതായത് ഞാൻ പറയുന്നതിൽ കള്ളമുണ്ടെന്നോ അല്ലെങ്കിൽ ഞാൻ ഇതാക്കുന്നതിൽ എന്തെങ്കിലും ഡൗട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ പറയുന്ന നിങ്ങൾക്ക് വിശ്വസ്തനായിട്ടുള്ള ഒരാൾക്കോ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ഒരാൾക്കോ ഞാൻ ഇത് അയച്ചു കൊടുക്കാം. ഒരു സോഷ്യൽ ഇൻഫ്ലുവൻസറോ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരു ഇൻഫ്ലുവൻസർക്കോ സീക്രട്ട് ഏജന്റോ വാട്ടവർ നിങ്ങൾ ആരാണോ പറയുന്നത് അവർക്ക് ഞാൻ ഇത് വേണമെങ്കിൽ അയച്ചു കൊടുക്കാം. ഓക്കെ, ഇത് ഗവൺമെന്റ് ഓതറൈസ്ഡ് ആയിട്ടുള്ള ഇതാണെന്നല്ലാണ്ട് ഞാൻ ഇതൊന്നും കാണിക്കില്ലല്ലോ. ഓക്കെ, ഗവൺമെന്റ് ഓതറൈസ്ഡ് എന്നൊക്കെ പറഞ്ഞ ലാബിന്റെ കാര്യങ്ങളൊക്കെ നീ പറയുന്നുണ്ട്. ഞാനത് വെരിഫൈ ചെയ്തു. ക്രെഡിബിലിറ്റി ഉള്ള ഒരു ലാബാണ്. സീക്രട്ട് ഏജന്റിന് ഇട്ട് അങ്ങ് കൊട്ടി. അതിനുള്ള പണി എന്തായാലും പുള്ളി കൊടുത്തിട്ടുണ്ട്. ഈ സീക്രട്ട് ഏജന്റിനെ വേണമെങ്കിൽ കാണിച്ചു കൊടുക്കാം. കാണിക്കട്ടെ, അത്ര ധൈര്യമുള്ളവനാണെങ്കിൽ കാണിക്കട്ടെ. അവര് പോലും, അതായത് ഈ ലാബ് റിപ്പോർട്ടേഴ്സ് പോലും അവനെതിരെ കേസ് കൊടുത്തിരിക്കുക, അവൻ ഫേക്ക് ഐഡി കാണിച്ചതിന്. വന്ന് മലപ്പുറം വന്ന് നീ ഒളിവിൽ വന്നാൽ മതി, ഒളിച്ചു വന്നാൽ മതി. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ എനിക്ക് ഒളിവിലേക്ക് വരാം, എന്നിട്ട് വന്നിട്ട് ഞാൻ കണ്ടിട്ട് ഞാൻ വെരിഫൈ ചെയ്യാം. നമുക്ക് ഒളിവിൽ മതി, ഒന്നും വെളിച്ചത്തിൽ വേണ്ട, ഒളിവിൽ ചെയ്യാം. ഓക്കെ, അങ്ങനെ ഒളിവിലാണെങ്കിൽ ആ ഒരു ഒളിവ് സെറ്റപ്പിൽ നമുക്കിത് കണ്ടിട്ട് ഞാനത് എനിക്ക് വെരിഫൈ ചെയ്യണം. ഷെമീറെ, സംശയം ഉണ്ടെങ്കിൽ വെരിഫൈ ചെയ്യണമെന്നല്ല പറഞ്ഞു. എനിക്ക് സംശയമുണ്ട്, അപ്പം എനിക്കത് വെരിഫൈ ചെയ്യണം. ഹാർഡ് കോപ്പി കയ്യിലുണ്ട്, ആർക്ക് വേണേൽ കാണിച്ചു തരാം. എനിക്ക് കാണണം. സീക്രട്ട് ഏജന്റ് ഇങ്ങനെ പറയാനുള്ളൂ. ഈ കുറച്ച് നാട്ടിൽ വേണ്ടി കമന്റ് ഉണ്ട് അടുത്ത വീഡിയോക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും വീഡിയോക്ക്, എന്നിട്ട് ഈ സാധനം എനിക്ക് കാണിച്ചു തരാൻ പറയാം. ഞാൻ ഒളിച്ചു പോയി കണ്ടോളൂ. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും ഈ കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഒരു ടെസ്റ്റിന് പോയി ലാബ് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നു. നിങ്ങൾക്ക് PDF ആയിട്ട് നിങ്ങളുടെ വാട്സാപ്പിൽ വന്ന ആ PDF നിങ്ങൾക്ക് ഓപ്പൺ ആക്കണമെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പറിൽ ലാസ്റ്റ് 4 ഡിജിറ്റ് അടിച്ചു കൊടുത്താൽ അത് ഓപ്പൺ ആവുള്ളൂ. പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആയിരിക്കും സാധനം. അത്രയും കോൺഫിഡൻസ്. അത് നിങ്ങൾ ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ പോയിട്ട് അതിൻ്റെ റിസൾട്ട് തന്നാലടക്കം തരുമ്പോഴടക്കം അവർ അത് കീപ്പ് ചെയ്യും. അത് അവരുടെ എത്തിക്സ് ആണ്, അവരുടെ പ്രോട്ടോക്കോളാണ്. അപ്പോൾ അങ്ങനെ സാഹചര്യത്തിൽ ഷെമീർ അടുത്തൊരു വീഡിയോയിൽ നിൻ്റെ വാട്സാപ്പിലേക്ക് ഈ പറഞ്ഞ ലാബിൻ്റെ നമ്പറിൽ നിന്ന്, ലാബിൻ്റെ ഒഫീഷ്യൽ നമ്പറിൽ നിന്ന് നിനക്ക് വന്ന നിൻ്റെ വാട്സാപ്പിലെ PDF ഫയൽ ഒന്ന് ഓപ്പൺ ആക്കി കാണിക്കണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നിനക്ക് ഹാർഡ് കോപ്പി കയ്യിൽ കിട്ടിയ ആ ഫയൽ, ആ ഒറിജിനൽ സാധനം അത് എനിക്ക് കാണിച്ചു തരണം. അത് നീ എവിടെ വന്ന് കാണാനും ഞാൻ റെഡിയാണ്. ഓക്കെ, എവിടെ വന്ന് കാണാനും ഞാൻ റെഡിയാണ്. അണ്ണൻ്റെ അടുത്ത് നിന്ന് ചോദിച്ചു വാങ്ങിയതാണ്. സത്യം പറഞ്ഞാൽ സീക്രട്ട് ഏജന്റിന്റെ അണ്ണാക്കി പോയി ചൊറിഞ്ഞു വാങ്ങിച്ചതാണെന്നേ എനിക്ക് പറയാനുള്ളൂ. അപ്പം സംഗതി അതില് ഒരു റിസൾട്ട്, അതായത് ഒരു 12 or 13 റിസൾട്ട് എങ്ങാണ്ട് ഇവൻ എടുത്തിട്ടുണ്ട്, ഇത്രയും ഡ്രഗ്സ് യൂസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതിന്റെ. അപ്പൊ അതിൽ ഒരു റിസൾട്ട് വന്നിട്ട് പോസിറ്റീവ് ആണ്. അത് എടുത്ത് പ്രത്യേകിച്ച് കാണിക്കുന്നുണ്ട്. അതാണ് മെയിൻ ആയിട്ട് ഇപ്പം ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. അവൻ ഫേക്ക് ചെയ്തു. അംഗീകൃത സ്ഥാപനമാണ്. ഓക്കെ, ലൊക്കേഷൻ ലീക്ക് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് മറച്ചു പിടിക്കുന്നത്. അപ്പോൾ ഇത് ഇമെയിലായിട്ടോ ഇനി PDF ആയിട്ടോ ഇനി വേറെ ഏതെങ്കിലും രീതിയിൽ ഇതിൽ ഡൗട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ അവർക്ക് ഇത് അയച്ചു തരാം. ഓക്കെ, വീണ്ടും കണ്ടോ, ഡൗട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അയച്ചു തരാം. അപ്പൊ അവൻ തന്നെ അറിയാം ഇത് സംഗതി ഡൗട്ട് ഉണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും എനിക്ക് ഇമെയിലായിട്ടോ ബാക്കി പരിപാടിയൊക്കെ ആയിട്ട് ഈ PDF അയച്ചു തന്നാലും നല്ലത്, അല്ലെങ്കിൽ അയച്ചു തന്നിട്ട് നിന്റെ ലൈവിൽ തുറന്ന് കാണിച്ചാലും നല്ലത്. അല്ലെങ്കിൽ ഈ ഹാർഡ് കോപ്പി ഉണ്ടല്ലോ, അപ്പോൾ നിന്റെ ഈ സീല് വെച്ച ആ കവർ നീ കാണിച്ചു, അതിന് മുകളിൽ വാട്ടർമാർക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു. ആ കവറിൻ്റെ മുകളിൽ തന്നെ ആ ലാബിന് ഒരു വാട്ടർമാർക്ക് ഉണ്ട്. ഫൈൻ, അതിൻ്റെ ലോഗോ പോലത്തെ ഒരു വാട്ടർമാർക്ക് ഉണ്ട്. ആ വാട്ടർമാർക്കുള്ള കവറിനകത്ത് വാട്ടർമാർക്കുള്ള പേജിൽ രേഖപ്പെടുത്തി നിന്റെ റിസൾട്ടാണ് കാണുന്നത്. ഫൈൻ, അതാണ് നീ കാണിക്കേണ്ടത്. അതാണ്. പിന്നെ പറഞ്ഞാൽ ഞാൻ യൂറിൻ ടെസ്റ്റാണ് നടത്തിയിട്ടുള്ളത്. യൂറിൻ ടെസ്റ്റിൽ 2 ആഴ്ച 3 ആഴ്ച വരെയുള്ളത് എന്ത് കിട്ടുമെന്നാണ് പറയുന്നത്. ബ്ലഡ് ടെസ്റ്റ് ഞാൻ ചോദിച്ചപ്പോൾ അതിന് സമയം എടുക്കും, ഇനിയും സമയം എടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും ലാഗാവും. അപ്പം ഈ പറഞ്ഞ പോലെ എനിക്ക് പെട്ടെന്ന് തെളിയിക്കേണ്ടതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ യൂറിൻ എടുത്തിട്ടില്ല. ഇനിയിപ്പോൾ നമുക്ക് ബ്ലഡ് ടെസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം. നിങ്ങൾ പറയുന്ന സ്ഥലത്ത്, നിങ്ങൾ പറയുന്ന ലൊക്കേഷനിൽ, നിങ്ങൾ പറയുന്ന രീതിക്ക് ഏതൊക്കെ ടെസ്റ്റ് വേണമെന്നുള്ളത് ഞാൻ ഈ പറയുന്ന പോലെ പോയിട്ട് എടുക്കാം. ഓക്കെ, ബ്ലഡ് ടെസ്റ്റ് വേണമെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് എടുക്കാൻ, അതിൻ്റെ മുകളിൽ ഏതെങ്കിലും ടെസ്റ്റ് ഉണ്ടെങ്കിൽ അത് എടുക്കാം. മൂത്രത്തിൻ്റെ ടെസ്റ്റ് അല്ലാതെ അതിൻ്റെ മുകളിൽ എന്ത് ടെസ്റ്റ് എടുക്കണമെന്നുണ്ടെങ്കിലും ഞാനോ അല്ലെങ്കിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സോ ചാറ്റിൽ എക്സാക്ട്ലി, അതായത് ഇത് വേറൊരാള് ടെസ്റ്റ് ചെയ്യാൻ, നമ്മളിപ്പോ ആരെങ്കിലും ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾ വരുന്നിടത്ത്, നിങ്ങൾ പറയുന്നിടത്ത് എന്താ അവന്റെ ഡയലോഗിന് യാതൊരു കുറവുമില്ല. ഞാൻ പറയുന്നിടത്ത് നിങ്ങൾ പറയുന്നത് ഞാൻ അവിടെ വന്ന് ടെസ്റ്റ് പറയുന്നില്ല തേങ്ങ. അത് കേസായി. അതുകൊണ്ട് പോലീസും എക്സൈസും നർക്കോട്ടിക്സും അവർ ചെയ്യേണ്ട പരിപാടിയാണ്. ഓക്കെ, അത് നമ്മളെ കയ്യിലിരിക്കുന്ന പണിയല്ല. ഞാൻ അന്വേഷിച്ചപ്പോൾ ഈ പറഞ്ഞ പോലെ 2 ടെസ്റ്റുകളാണ് വരുന്നത്. 6 പാനലും പിന്നെ 12 പാനലും. 12 പാനലിലാണ് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് തെളിയുക. അല്ലെങ്കിൽ 6 പാനൽ എന്ന് പറഞ്ഞാൽ 6 കാര്യങ്ങൾ മാത്രമേ അതിലുണ്ടാവും. ഇപ്പോൾ നിക്കോട്ടിൻ, എന്താണ് മെത്താംഫെറ്റമിൻ, ഈ പറഞ്ഞ പോലെ കുറേ വേറെ എന്തൊക്കെ പേരുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ 6 എണ്ണം മാത്രമേ ഇതിൽ കൊള്ളത്തുള്ളൂ. ഈ 6 പാനൽ എടുത്ത് കഴിഞ്ഞാൽ 12 പാനൽ എടുത്താൽ 12 എണ്ണത്തിൻ്റെ മനസ്സിലാവും. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് 12 എണ്ണത്തിൻ്റെയാണ്. അപ്പം അതെന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഒരു സംഭവം എൻ്റെ പേരിൽ അലിഗേഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ എനിക്കത് ക്ലിയർ ചെയ്യണം എന്നുള്ള ഒരു ബോധം ഉണ്ട്, മനസ്സിലായി. അല്ലാണ്ട് മറ്റേ കുന്നിൻ്റെയും മലൻ്റെയും പോലും എന്തൊക്കെയോ വായി തോന്നിയും പറഞ്ഞ ഒരു മസാല ഇതും അടിച്ചിറക്കിയിട്ട് പിന്നെ കുന്നിൻ്റെയും മലൻ്റെയും മുകളിൽ പോയിട്ട് ഒളിച്ച് നിന്നിട്ട് ഉള്ള പരിപാടി ഞങ്ങൾക്ക് അറിയില്ല. എൻ്റെ പേരിൽ ഇത് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ തെളിയിക്കാൻ ചെയ്യും. അതുപോലെ വന്ന് തെളിയിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. എത്രയൊക്കെ പൊളിഞ്ഞ് പാളീസായി പോയാലും കുറച്ചെങ്കിലും ഈ പറഞ്ഞ പോലെ ഒന്ന് തെളിയിക്കാൻ നോക്ക്. അവൻ പിന്നെയും തൊപ്പിന്റെ കുന്നിന്റെ മേലെ കയറാൻ നിൽക്കുക. അവൻ എന്തോ പുണ്യാളൻ. അവന് 5 നേരം നിസ്കരിച്ച്, അവന് കള്ളില്ല, കഞ്ചാവില്ല, പെണ്ണില്ല, രാവിലെ പണിക്ക് പോയിട്ട് വൈകുന്നേരം പോരെ കയറുന്ന നായ. അവൻ നല്ലവനായ ഉണ്ണി. മറ്റുള്ളവരാൾക്ക് എടാ, നമ്മളൊരാളെ പറയുമ്പോൾ മിനിമം അത് പറയാനുള്ളൊരു ക്വാളിറ്റി എങ്കിലും നമുക്ക് വേണ്ടേ? നീയൊക്കെ അവന്റെ മൂട് മണത്ത് പോയി അവന്റെ ഫ്ലാറ്റില്, അവന്റെ കൂടെ, അവന്റെ വീട്ടിൽ നിന്നിട്ട്
നിനക്ക് എന്തടാ, നിനക്ക് വയ്യേ? ആ ഷെമീർ, നീ ഒരു കാര്യം മനസ്സിലാക്കണം, നീ നന്നാവും. എന്നിട്ടാക്ക അവനെ നന്നാക്കുന്നു. ഇപ്പൊ അവൻ സാലറി തരാഞ്ഞപ്പോഴല്ലടാ നീയൊക്കെ തിരിഞ്ഞത്. നീ ഉണ്ടാക്കാൻ പോയത് തന്നെയല്ലേ അവന്റെ പോലെ കൊളവും കഞ്ചാവും പെണ്ണും പിടിച്ച് നടന്നിട്ട് ഇപ്പൊ ഇവൻ കുഞ്ഞിന്റെ മേലെ അവൻ കുന്നിന്റെ മലന്റെ ഏതിന്റെ മുകളിൽ പോട്ടടാ ഷെമീറെ. നിന്റെ തല കയറാൻ വന്നോ? നീയൊക്കെ കണ്ടവന് നിന്റെ അത് ഉണ്ടാക്കാൻ കൊടുത്തവനല്ലേടാ നീ. പെണ്ണിന്റെ കൂടെ കിടന്നാലും വേണ്ടില്ല, ആണിന്റെ കൂടെ കിടക്കാൻ ഉളുപ്പില്ലാത്തവന് മമ്മൂന്റെ കൂടെ മറ്റവന്റെ കൂടെ ഒക്കെ കിടന്നിട്ട് അവന്റെ റിസൾട്ടും പൊക്കി പിടിച്ച് വന്നിരിക്കുന്ന ലൊക്കേഷൻ മറച്ചു വെച്ച്. ഞാൻ മറച്ചു വെക്കുക, അത് എവിടെ ഉള്ളതെന്ന് അറിയരുതല്ലോ. അയ്യോ, അപ്പൊ പിന്നെ ഈ ലൊക്കേഷൻ മറച്ചൊക്കെ നീ എങ്ങനെയാടാ? നിങ്ങൾ പറയുന്നിടത്ത് ഞാൻ വരുന്നു. നിനക്ക് എങ്ങനെ പറയാൻ പറ്റുന്നേ? നിങ്ങൾ പറയുന്ന ലേബില് ഞാൻ വരും, നിങ്ങൾ പറയുന്നിടത്ത് വരും. എടാ, ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്കടാ നീയൊക്കെ. തൊപ്പി നല്ലവനാണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. തൊപ്പിയുടെ മേലെ കയറുന്നവ പിന്നിപ്പോ ആളുകളൊക്കെ കൂടി നിങ്ങൾ തൊപ്പി ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. പക്ഷെ ഞാൻ പറയുന്നത് തൊപ്പിയെ പറയാൻ അല്ലെങ്കിൽ കൂട്ടത്തിലുള്ള മറ്റുള്ള ആളുകളെ പറയാൻ എന്ത് അർഹതയാണുള്ളത് ഇവന്മാർക്ക്? തമ്മിൽ പറയാൻ യാതൊരു അർഹതയില്ല. ഇതൊരുമാതിരി സണ്ണി ലിയോന്റെ മിയ ഖലീഫനെ കുറ്റം പറയുന്ന പോലെ അത് പറയാൻ പാടുണ്ടോ? ഇവരെന്താ പുണ്യാളത്തിയോ? ലിയോ ലാബ്സ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്താ സോ ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ സമയങ്ങൾ 18/6 സമയങ്ങൾ കാര്യങ്ങളെല്ലാം ഇതിലുണ്ട്. ഗവൺമെൻറ് ഓതറൈസ്ഡ് ആണിത്. ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞതും ഇതിൽ ഞാൻ കണ്ടതും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇതാ നാഷണൽ അക്കാഡമിഷ്യൻ ബോർഡ് ഫോർ ടെസ്റ്റ് ആൻഡ് സർട്ടിഫിക്കേഷൻ എന്നാണ് ഇതിൽ ഉള്ളത്. ഇതാണ് അതിൻ്റെ ഒറിജിനൽ. ഇത് കോപ്പിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ആയിരിക്കുവാണെങ്കിൽ അയച്ചു തരാം, നോ പ്രോബ്ലം. അപ്പോൾ ഇത് ഡേറ്റും ഇതൊക്കെ കണ്ടല്ലോ. എൻ്റെ പേര് കണ്ടോ, മുഹമ്മദ് ഷമീർ TK. വയസ്സ് 25, സെൽഫ് ഓക്കെ. ഇനി ഞാൻ ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം. ഷമീറേ എൻ്റെ ഇരിക്കുന്ന ആ ഒരു കവർ ഉണ്ട്, ഒരു എൻവലപ്പ്. ആ എൻവലപ്പിനകത്താണ് ഹാർഡ് കോപ്പി. ഓക്കെ, ആ ലാബിൽ നിന്നും നിൻ്റെ കയ്യിൽ ലാബുകാർ തന്ന ഹാർഡ് കോപ്പി. എന്നോടൊരു ടെസ്റ്റ് റിസൾട്ട് പുറത്തു കൊടുത്ത് കാണിക്കാൻ പറഞ്ഞാൽ ഞാൻ ആ ഹാർഡ് കോപ്പി ആണ് എടുത്ത് കാണിക്കും. കാരണം ദാറ്റ് ഈസ് ദ പ്രൂഫ്. അല്ലാതെ ഞാൻ കോപ്പി എടുത്ത ഒരു ഹാർഡ് കോപ്പിയിൽ നിന്ന് വീണ്ടും ഞാൻ തന്നെ കോപ്പി എടുത്ത് നാട്ടിൽ കാണിക്കേണ്ട ആവശ്യം എന്താ? തനിക്ക് നൊസ്സാ എനിക്ക്. അതുപോലെ എനിക്ക് എന്നോട് ചോദിക്കണം, തനിക്ക് ഭ്രാന്താ? ആ ചെക്ക ആ ഹാർഡ് കോപ്പി കണക്ക് ഇട്ട് തന്ന സാധനം ഉണ്ടല്ലോ ലിയോ ലാബ്സിൻ്റെ, അത് തുറന്ന് അതിനകത്ത് വാട്ടർമാർക്കുള്ള അതാ ഒറിജിനൽ സാധനം. ഒറിജിനൽ കയ്യിൽ വെച്ചിട്ട് ഇപ്പുറത്ത് മറ്റേ പുഴുങ്ങിയ കോപ്പി കാണിക്കുന്ന മണ്ടനല്ല, അതിബുദ്ധിമാനെ. നിങ്ങൾ മനസ്സിലാക്കണം. ഇങ്ങനെ മനസ്സിലായതുകൊണ്ടാണ് ഞാൻ അവൻ്റെ പിന്നാലെ പോയത്. ഓക്കെ, എന്നിട്ട് ഇവൻ അയച്ചു തരാന്ന് പറയുന്നത് ഈ കോപ്പി കയ്യിൽ വെച്ചാൽ മതി. അനക്ക് അയച്ചു തരാൻ പറ്റുന്നുണ്ടെങ്കിൽ, കാണിച്ചു തരാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഹാർഡ് കോപ്പി, ആ കവറിനകത്തുള്ള ഒറിജിനൽ സാധനം വിത്ത് വാട്ടർമാർക്ക്, ഇല്ലെങ്കിൽ എൻ്റെ വാട്സാപ്പിലേക്ക് വന്ന അവിടുന്ന് അയച്ച സാധനം വിത്ത് പാസ്വേഡ് അയച്ചതാ, കയറി നോക്കട്ടെ. അതിൽ തിരുത്താൻ പറ്റില്ല. വാട്സാപ്പ് ആ സാധനം നമുക്ക് നേരെ പാസ്വേഡ് അടിച്ച് കയറി കാണുക, പിന്നെ അത് കളയുക, അത്രേ ഉള്ളൂ. വേറെ പരിപാടി ഒന്നും നടക്കില്ല. ഈ ലൈവായിട്ട് എൻ്റെ ലൈവിൽ ഈ ലാബിൻ്റെ നമ്പറിൽ നിന്ന് വന്ന നിങ്ങളുടെ വാട്സാപ്പ് ചാറ്റിനകത്തുള്ള PDF ഫയൽ ഓപ്പൺ ആക്കുക. ഞാൻ കിട്ടിയില്ലെങ്കിൽ ലാബിൽ ചോദിക്കുക, ഒരു അയച്ചു തരും. ഒരാഴ്ച തരുമൊന്നുമില്ല. ഞങ്ങൾക്ക് ഒരാൾക്കുള്ള പണി വേറെ വെച്ചിട്ടുണ്ട്. ഈ ലാബിൽ നിന്ന് ഈ സാധനം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് തുറക്കുക, എൻ്റെ മൊബൈൽ നമ്പറിൻ്റെ ലാസ്റ്റ് 4 ഡിജിറ്റ് അടിക്കുക. ഞാൻ നടക്കാൻ മൊബൈൽ നമ്പറിൻ്റെ ലാസ്റ്റ് 4 ഡിജിറ്റ് ഓർമ്മ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നോട് വാട്സാപ്പ് ചെയ്ത് അടയ്ക്കുക. എന്നിട്ട് ഈ അത് അടിച്ച് കഴിഞ്ഞാൽ അത് ഓപ്പൺ ആവും. ആ സാധനം ഇന്ന് ലൈവിൽ കാണിക്കും. അല്ലെങ്കിൽ ഹാർഡ് കോപ്പിനെ തുറന്ന് കാണിച്ചു. അതിൻ്റെ ഉള്ളിൽ വാട്ടർമാർക്കുള്ള സാധനം കവറിനകത്തുള്ളത് നമുക്ക് തുറന്ന് കാണിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അത് തുറന്ന് കാണിക്കുക, വിത്ത് വാട്ടർമാർക്ക് ആ സാധനം കാണിക്കുക. അപ്പോൾ വിശ്വസിക്കും. ഇത് വിശ്വസിക്കാതിരിക്കാനുള്ള കാരണം ഇവൻ ഈ ലാബിൻ്റെ പേര് ലാബ് ഹൈലി ക്രെഡിബിൾ ആണ്, ലാബ് ഓതറൈസ്ഡ് ആണ്, ലാബിൻ്റെ ഭാഗത്ത് ഒരു മിസ്റ്റേക്കും ഇല്ല. പക്ഷേ എന്താ ഇവരുടെ ഒരു ക്രൂക്കഡ് ബുദ്ധി ഉണ്ട് ഇവന്മാരുത്. ഇതൊന്നും ആരും കണ്ടുപിടിക്കില്ല. കുട്ടികൾ വ്യൂവേഴ്സാണ്, ഇവരൊക്കെ പറ്റിക്കാം. അല്ലെങ്കിൽ ഇവരെ മുന്നിൽ വന്ന് എടാ തൊപ്പി വന്ന് പറഞ്ഞത് AI ആണ്. ഈ എൻ്റെ സ്വന്തം റിസൾട്ടാണ് ഈ വന്നിരുന്നിട്ട് ആളെ മറ്റേതാക്കാൻ വേണ്ടി കാണിക്കുന്നത്. ഷമീറേ, ഇനി ഞാൻ എനിക്കൊരു വോയിസ് തുടങ്ങിപ്പിക്കാം. ഇത് ഈയും കേൾക്കണം, വ്യൂവേഴ്സും കേൾക്കണം. ഓക്കെ, ഈ വോയിസിനകത്ത് സംസാരിക്കുന്നത് ഈ ലാബുമായിട്ട് ബന്ധപ്പെട്ട ആ ലാബിലെ ഒരു ഹയർ ഉദ്യോഗസ്ഥനാണ്. ഫൈൻ. എനിക്ക് ഈ പറഞ്ഞ മിസ്മാച്ച് ആദ്യം മനസ്സിലായപ്പോൾ ഞാൻ ഇതിന് പിന്നാലെ പോയി. ഓക്കെ, അവിടുന്ന് വന്ന റിസൾട്ട് അല്ല ഇവൻ കാണിച്ചത് എന്നുള്ളത് എനിക്ക് ഉറപ്പായപ്പോൾ ഞാൻ ആ ലാബുമായിട്ട് ബന്ധപ്പെട്ട അവിടുത്തെ ഒരു മെയിൻ വ്യക്തിയെ വിളിച്ച് സംസാരിച്ചതിൻ്റെ വോയിസ് റെക്കോർഡ് നിങ്ങൾ കേട്ടോ. ഹലോ, ഹായ്, എൻ്റെ പേര് സായി കൃഷ്ണൻ എന്നാണ്. ഓക്കെ, ഞാൻ ലിയോ ലാബ്സിൻ്റെ ഒരു കണ്ണൂർ, നിങ്ങളുടെ അതന്നെ നിങ്ങളുടെ സ്ഥാപനം? ഓക്കെ, ഞാൻ എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, സീക്രട്ട് ഏജ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഈ ഷമീറില്ലേ, ഷമീറിൻ്റെ ഒരു ടെസ്റ്റ് റിപ്പോർട്ടിന് ഇത് കണ്ടിട്ട് ഐ ഗോട്ട് ആൻ ഇൻഫർമേഷൻ ലൈക്ക് അത് ഭയങ്കര ക്രെഡിബിൾ ആയ സ്ഥലത്താണ് കിട്ടിയത്. അവൻ ആ റിസൾട്ട് കാണിച്ചത് ഫേക്ക് ആണെന്നുള്ളത്. സോ അത് എനിക്കറിയാം, ലാബ് അറിഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യില്ല എന്നുള്ളത് ഡെഫിനറ്റ്ലി ഐ നോ, ബിക്കോസ് ഞാൻ കണ്ണൂർ അന്വേഷിച്ച് നിങ്ങൾ ഭയങ്കര റെപ്യൂട്ടഡ് ആണ്. പക്ഷെ നിങ്ങളെ കൂടി പറ്റിക്കുന്ന രീതിയിൽ അവനത് ചെയ്യുമ്പോൾ നിങ്ങൾ ഓക്കെ, അതാണ് ഞാൻ ചോദിച്ചത്, നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും അങ്ങനത്തെ നീക്കം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ, നിങ്ങൾ കൊടുത്തത് അവൻ കൊണ്ടുപോയി തിരുത്തിയിട്ടല്ലേ? എനിക്ക് മനസ്സിലായി. ഞാൻ എന്താ പറയുക, നമുക്കിത് കേസായെന്ന് മാത്രം അറിഞ്ഞാൽ മതി, അല്ലാതെ നിങ്ങൾ ഇതിൽ ഒരു കോൾ പറയണ്ട.
അത് തീർച്ചയായിട്ടും നമ്മൾ തെറ്റായ പ്രവൃത്തി സമൂഹത്തിന് തെറ്റായ സന്ദേശം കൊടുക്കല്ലോ. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധയിൽപ്പെടുമ്പോൾ നമ്മൾ ടോപ്പ് മാനേജ്മെന്റ് അറിയിച്ചിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ലാബിലെ ടോപ്പ് മാനേജ്മെന്റ്, അതായത് ഈ ലാബിന്റെ ഓണേഴ്സ് അടക്കമുള്ള ഇവരുടെ ഒരു MD ബോർഡ് കാണുമല്ലോ, അവരെന്താണെങ്കിലും നിയമപരമായിട്ടുള്ള നടപടികൾക്ക് മുന്നോട്ട് പോകുന്നുണ്ടെന്നാണ് ഷമീറ പറയുന്നത്. സോ ദാറ്റ് ഷോസ് ഈ പബ്ലിക്കിൽ കാണിച്ച ഈ ഒരു പ്രൂഫ്, അതായത് ഒറിജിനൽ ഹാർഡ് കോപ്പിയിൽ നിന്ന് കോപ്പി എടുത്തു എന്ന് പറയപ്പെടുന്ന ഈ സാധനം, ഈ അടുത്ത വീഡിയോയിൽ ഞാൻ പ്ലേ ചെയ്യും, ഈ സാധനം ഈ കാണിച്ചിട്ട് ഇതിലെല്ലാം നെഗറ്റീവ് എന്ന് വായിക്കുന്നുണ്ട് എൻ്റെ റിസൾട്ട്. അതിൽ ഒരു റിസൾട്ട് എൻ്റെ നെഗറ്റീവ് അല്ല. അത്രേ ഉള്ളൂ, സംഗതി അതാണ്. അതായത് അവന്റെ റിസൾട്ട് ആക്ച്വലി ഒരു ഡ്രഗിന് പോസിറ്റീവ് ആണ്. മറ്റു ഡ്രഗ്സും പോസിറ്റീവ് ആവണം, പക്ഷേ ഐ മീൻ 3 ആഴ്ചൻ്റെ ഉള്ളിൽ എടുക്കണമല്ലോ. അപ്പൊ അതിനു മുമ്പ് അവൻ യൂസ് ചെയ്തതൊക്കെ അങ്ങ് മാഞ്ഞു പോയാൽ അവൻ പറയുകയും ചെയ്തിട്ടുണ്ട് അവൻ യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പം സീരിയസ്ലി പിന്നെ അതുപോലെ ശരിയാണ് സായി ചോദിച്ചത്, വളരെ റെലവെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇവര് ഇതിങ്ങനെ ചെയ്യുമ്പോൾ അവര് പൊട്ടന്മാരല്ലല്ലോ, ലാബ് റിപ്പോർട്ടേഴ്സ് പൊട്ടന്മാരല്ലല്ലോ. അതും ഇത്രയും ഒരു കോൺഫിഡൻഷ്യൽ ആയ ഒരു കേസ് ആവുമ്പോൾ, ഇത്രയും പബ്ലിക് ആയിട്ടുള്ള ഒരു കേസ് ആകുമ്പോൾ അവരെന്തായാലും അത് ചെക്ക് ചെയ്യുന്നുള്ളത് ശരിക്കും ഇവന്റെ അതിബുദ്ധി, ഇപ്പൊ സായി പറഞ്ഞതുപോലെ അതിബുദ്ധിയാണ് അവന് വിനയായത്. അതിൽ ഒന്ന് പോസിറ്റീവ് ആണ് എന്നുള്ളത് പറയേണ്ട നേരം കൊണ്ട് കംപ്ലീറ്റ്ലി നെഗറ്റീവ് ആണെന്നുള്ളൊരു പൊട്ടത്തരം ആര് പറഞ്ഞു കൊടുത്തതാണോ എന്തോ. അതല്ലെങ്കിൽ ഞാൻ ആ റിസൾട്ട് കാണിക്കുന്നത് ഒന്നും കൂടി ഡിലേ ചെയ്തിരുന്നെങ്കിൽ, ഈ റിസൾട്ട് പോസിറ്റീവായി, അവന് ഡ്രഗ്സ് യൂസ് ചെയ്തിട്ട് ഒരു 4 വീക്സോ അല്ലെങ്കിൽ ഒരു 1 മന്ത് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് ടെസ്റ്റ് ചെയ്താൽ മതിയായിരുന്നു. ഇതിപ്പോ കുരു ആയല്ലോ ഷമീറേ. എന്റെ അതിബുദ്ധി കാരണം ഒന്നും കൂടി ഓൾറെഡി നിങ്ങളൊക്കെ പിക്ചറൈസ് ചെയ്യപ്പെട്ടു. നിങ്ങൾ ഇനി എന്ത് ചെയ്ത് കഴിഞ്ഞാലും ബുദ്ധിയുള്ള ഒരു കുട്ടി, ഒരു വലിയ ആള്, ഒരു പെൺകുട്ടി, വാട്ടെവർ, ബുദ്ധിയുള്ള ഒരു വ്യക്തി വിശ്വസിക്കില്ല. മനസ്സിലായില്ലേ? ഇനി നിങ്ങളൊരു നല്ല കാര്യം ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ കംപ്ലീറ്റ്ലി നല്ലവനായാൽ പോലും, മനസ്സിലായില്ലേ, ഒരു കള്ളൻ, ഒരു കൊലപാതകി, അവര് പിന്നീട് അങ്ങോട്ട് നന്നായാൽ പോലും കള്ളൻ എന്നുള്ള പേരോ കൊലപാതകി എന്നുള്ള പേരോ അത്ര പെട്ടെന്നൊന്നും ആയില്ല. മനസ്സിലായില്ലേ? ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നന്നാവാനൊന്നും പോണില്ല. അങ്ങനെ നന്നാവാൻ പോയിരുന്നെങ്കിൽ ഈ ഒരു കാര്യത്തിലെങ്കിലും, ഇത്രയും എത്തി ഈ ഒരു കാര്യത്തിലെങ്കിലും നീ ആ ജെനുവിനിറ്റി കാണിച്ചേനെ, അത് നീ ചെയ്തില്ല. അപ്പൊ അതുകൊണ്ട് എന്തായാലും നിനക്കുള്ള ഒക്കെ പണി കിട്ടും, എല്ലാം കിട്ടും. കാരണം അത്രയും മറ്റെല്ലാം ഓക്കെ, നിന്റെ ശരീരമാണ് ഡ്രഗ്സ് എന്ന് പറയുന്നത്, നീയാണ് നിന്റെ ശരീരം നശിപ്പിക്കുകയാണ്. പക്ഷെ അതുപോലെ അല്ലല്ലോ നീ മറ്റുള്ളവരെ കമന്റ് ചെയ്തതും മറ്റു പെൺകുട്ടികളെ നോക്കിയതും. എന്തൊരു മോശമായിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈലാണ് എന്നുള്ളതാണ് ആലോചിക്കുന്നത്. ആൺകുട്ടികൾ കൂടുതൽ ഇങ്ങനെയാണോ? ഇത്രയും വേണ്ടാത്തരാണോ ചെയ്യുക? ഇത്രയും വേണ്ടാത്തരം പെൺകുട്ടികളെ പറയുകയാണോ ചെയ്യുക? ഇത്രയും ഒക്കെ അതപ്പതിച്ച ഒരു ഗ്യാങ് ആണെന്ന് തോന്നിയിട്ടില്ല. ഒന്നാമത് ഞാൻ നിങ്ങളുടെ വ്ളോഗ്സോ കാര്യങ്ങളോ കാണാറില്ല. ഇൻ കേസ് ഷോർട്സ് കണ്ടാൽ തന്നെ എനിക്ക് അറപ്പാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെല്ലാരും കൂടി കൂട്ടം കൂടി നിൽക്കുന്ന നിങ്ങളുടെ വ്ളോഗ് കാണുന്നതേ എനിക്ക് അറപ്പാണ്. എനിക്ക് കാണുമ്പോൾ തന്നെ എന്തോ ഒരു അറപ്പാണ്. കുളിക്കാതെയും നനയ്ക്കാതെയും വൃത്തിയില്ലാത്തൊരു കൂട്ടങ്ങളെ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഐ പേഴ്സണലി ഫീൽ ദാറ്റ്. അപ്പം ഞാൻ കാണാറില്ല. കണ്ട ഷോർട്ട് ക്ലിപ്സ് നമ്മൾ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ കണ്ട ഷോർട്ട് ക്ലിപ്സ് കണ്ടിട്ട് പോലും എനിക്ക് അറച്ചു പോയിട്ടുണ്ട്. നിങ്ങളുടെ ഇന്റർവ്യൂസ് കാണാറില്ല. എനിക്ക് ഇങ്ങനെ ഇപ്പൊ നമുക്ക് ചിലരെ അറിയാം, നമ്മളത് കണ്ടിട്ടല്ല, ചിലരെ നമുക്കറിയാം. ഇപ്പൊ ഈ കേസ് വന്നപ്പോഴാണ് സത്യം പറഞ്ഞാൽ നിന്റെ പേര് പോലും അറിഞ്ഞത്. അതല്ലാതെ എനിക്കറിയില്ല. പേഴ്സണലി ഞാൻ നിങ്ങളെ കാണാറില്ല. തൊപ്പി അറിയുന്ന തന്നെ ഒരുപാട് ഇന്റർവ്യൂസിൽ അല്ലെങ്കിൽ ഒരുപാട് കേസുകൾ എനിക്ക് കാണുമ്പോഴേ ഛർദ്ദിക്കാൻ വരുന്ന കുറച്ച് മുഖങ്ങളിൽ ഒന്നാണ് തൊപ്പിയുടെ, മമ്മുന്റെ, നിന്റെ ഒക്കെ. ഒരു തരം അറപ്പാണ്. എനിക്കറിയില്ല, നിങ്ങളെ കാണുമ്പോൾ തന്നെ ഒരു വെറുപ്പാണ്. എങ്ങനെയാണ് ആളുകൾ ഇഷ്ടപ്പെട്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോ സീക്രട്ട് ഏജന്റ് തന്നെ വേണം. മമ്മൂന്റെ ഒരു കാര്യം ഞാൻ പറയില്ല, മമ്മൂനെ കാണുമ്പോഴേ എനിക്കൊരു ഫീലാണ്. അതിനെയാണ് നിങ്ങളൊക്കെ കാണുമ്പോൾ തോന്നുന്നത്. ഈ തീട്ടത്തി ചവിട്ടിയ കാല് പോലെ നമുക്ക് ആ കാലിലേക്ക് നമ്മൾ നോക്കത്തില്ല. നമ്മളൊരു ചാണകത്തി ചവിട്ടിയ കാലെങ്ങനെ, ആ കാലിലേക്ക് നമുക്ക് നോക്കാൻ ഒരു അറപ്പായിരിക്കും. എക്സാക്ട്ലി നിങ്ങളുടെയൊക്കെ ഫേസ് കാണുമ്പോൾ തന്നെ കുളിക്കില്ല, നനയ്ക്കില്ല, ബാത്റൂം. നമുക്ക് നോക്കാം. യൂറിൻ ഫോർ ടോക്സിക്കോളജി 12 ഡ്രഗ് ടെസ്റ്റ്, അതാണ് ഞാൻ ചെയ്തത്. ആംഫെറ്റമൈൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, AMP എന്ന് പറയും. അത് നെഗറ്റീവാണ്, രണ്ടും നെഗറ്റീവാണ്. പിന്നെ ബാർബിറ്റുറോസ് BAR എന്ന് പറഞ്ഞൊരു സംഭവം. എനിക്ക് ഇതിൻ്റെ മെഡിക്കൽ ടേമോ കാര്യങ്ങളൊന്നും അറിയില്ല. ഇതിൽ എഴുതിയത് ഞാൻ അതുപോലെ വായിക്കുന്നതാണ്. ഇതിനെക്കുറിച്ച് വിവരമുള്ള ആളോടോ ബുദ്ധിയുള്ള ആളോടോ നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും.
അതും രണ്ടും നെഗറ്റീവാണ്. പിന്നെ ബെൻസോഡിപൈൻ BSD എന്ന് പറഞ്ഞിട്ടുണ്ട്, അതും രണ്ടും നെഗറ്റീവാണ്. പിന്നെ കൊക്കൈൻ COC അതും രണ്ടും നെഗറ്റീവാണ്. മെത്താംഫെറ്റമൈൻ MET രണ്ടും നെഗറ്റീവാണ്. മോർഫിൻ MOR അതും രണ്ടും നെഗറ്റീവാണ്. പിന്നെന്താ മെത്താഡോൺ അതും രണ്ടും നെഗറ്റീവാണ്. പെൻസിലിഡൈൻ രണ്ടും നെഗറ്റീവാണ്. പ്രൊപ്പോക്സിപ്പിൻ PPX രണ്ടും നെഗറ്റീവാണ്. ട്രൈസൈക്ലിക്സ് ആൻറ്റി ഡിപ്രസൻസ് TCA അതും രണ്ടും നെഗറ്റീവാണ്. ടെട്രാ ഹൈഡ്രോ കെനിബിനോളോസ് THC ഇതും രണ്ടും നെഗറ്റീവാണ്. അപ്പോൾ ഇതിപ്പോൾ എത്ര എണ്ണം ഞാൻ വായിച്ചത്? 1 2 3 4 5 6 7 8 9 10 11 ഞാൻ ഇപ്പോൾ വായിച്ചുള്ളൂ. ഒന്നിപ്പുറത്തുണ്ട്. അപ്പോൾ അതും കൂടി ഞാൻ കാണിക്കാം. ഞാൻ ലൊക്കേഷൻ മാത്രം ഒന്ന് മറച്ചു പിടിക്കട്ടെ. അതും കൂടി ഞാൻ കാണിക്കാം. ഈ പറഞ്ഞ പോലെ ഇതാ ഡോക്ടർ സൈൻ ഉണ്ട്, ഇതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്, സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ എക്സ്റ്റസി MDMA അതും രണ്ടും നെഗറ്റീവാണ്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിൽ ഉൾക്കൊള്ളിച്ചെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി എന്താണോ ഓപ്പൺ ചാലഞ്ച് പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് ഞാൻ തെളിയിക്കേണ്ടല്ല, ഇത് മൂപ്പരാന്ന് ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ ഓപ്പൺ ചാലഞ്ച് പറഞ്ഞുകൊണ്ട് ഇത് ഞാൻ തെളിയിക്കേണ്ടത്. ഞാൻ ഇത് യൂസ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഇതാക്കിയിട്ടില്ല എന്നുള്ള കാര്യം ഞാൻ അഡ്മിറ്റ് ചെയ്തപ്പോൾ ഞാൻ എത്ര വർഷങ്ങൾക്ക് മുമ്പ് യൂസ് ചെയ്തതെന്ന് ഞാൻ അഡ്മിറ്റ് ചെയ്ത കാര്യം. അതിന് ശേഷം ഞാൻ പറഞ്ഞ എൻ്റെ പാഷൻ സ്ട്രീമിംഗ് ആണ്, എൻ്റെ പാഷൻ. ഇതൊരു കരിയറായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ കരിയർ മുന്നോട്ട് കൊണ്ടുപോയി സ്ട്രീമിംഗ് എൻ്റെ പാഷൻ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി അതിനൊന്നും എനിക്ക് പേഴ്സണലി ഒരു പ്രശ്നമില്ല. അത് നല്ല കാര്യമാണ്, ചെയ്തോ, ഒരു വിഷയമില്ല. പക്ഷെ മാരകമായ ലഹരിയുടെ ഉപയോഗം പരിപാടികൾ അത് എനിക്ക് പേഴ്സണലി താല്പര്യമില്ല. പിന്നെ അത് മാത്രമല്ല, ഇതുപോലെ വന്നിരുന്നിട്ട് ഒരു ലാബ് റിസൾട്ട് അടപടലം ഫേക്ക് കാണിച്ചാൽ അത് കുറച്ച് വിഷയമാണല്ലോ, മനസ്സിലായോ? അത് എനിക്ക് പേഴ്സണലി ഞാൻ ഇതിനൊക്കെ എതിര് നിൽക്കുന്ന ഒരു മനുഷ്യനായതുകൊണ്ട് അത് സീനാണ്. പിന്നെ പ്രത്യേകിച്ച് ഈ പല സ്ഥലങ്ങളിലും എൻ്റെ പേര് നല്ല രീതിയിൽ അങ്ങോട്ട് വലിച്ചു കൊണ്ടുവന്നിട്ടല്ലോ, അതുകൊണ്ടാണ് മോനെ ഞാൻ പറഞ്ഞത് എനിക്കത് കുറച്ച് സീനായി എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ പിന്നാലെ പോയത്. അപ്പോൾ നമ്മൾ ഷെമീർ കാണിച്ച സാധനത്തിൻ്റെ സ്ക്രീൻഷോട്ട് ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വയ്ക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ സാധനം നിങ്ങൾ നോക്കുക. ഇത് ഞാൻ കുറച്ചും കൂടി ഇവൻ്റെ ഇത് ഇങ്ങനെ തിരിഞ്ഞിട്ടായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ഞാനത് മാറ്റിയിട്ട് എന്ത് ചെയ്തു, എഡിറ്റ് ചെയ്തിട്ട് ഇവൻ തന്നെ പറഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുത്ത് എഡിറ്റ് ചെയ്തിട്ട് സെറ്റാക്കിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാനത് സ്ക്രീൻഷോട്ട് എടുത്തിട്ടാണ് സെറ്റാക്കി. ഇതിനകത്ത് നിങ്ങൾ നോക്കിയാൽ മതി, ഇതിന് ഏറ്റവും ലാസ്റ്റ് ഒരു സാധനം ഇരിക്കുന്നുണ്ട്. ഓക്കെ, ഈ സാധനമാണ് ഇവൻ ഇതിൽ എഡിറ്റ് ചെയ്തു എന്ന് എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയ ഐറ്റം. ഓക്കെ, ഇതിലേറ്റവും അവസാനത്തിലുള്ള ആ ഒരു സംഗതി. അപ്പോൾ അതെന്താണെന്നുള്ളതാവും അപ്പോൾ നിങ്ങൾ നോക്കി വായിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അത് വായിച്ച് പറഞ്ഞു തരാമെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ പറഞ്ഞു തരാം. ടെട്രാ ഹൈഡ്രോ കനോബിയൽ. ഓക്കെ, കനാബിനോൾ, ടെട്രാ ഹൈഡ്രോ കനാബിനോൾ ഇത് പോസിറ്റീവാണ്. ഇതെന്താണെന്നും എങ്ങനെയാണെന്നുള്ളതൊക്കെ നിങ്ങൾ നെറ്റിൽ അടിച്ചു നോക്കുക. അത് ഞങ്ങൾക്ക് ആ ടാസ്ക് തന്നു. ഓക്കെ, ഞാനത് വീഡിയോയിൽ പറയുന്നില്ല. ടെട്രാ ഹൈഡ്രോ കനാബിനോൾ എന്നുള്ള സംഗതി എന്താണെന്നുള്ളത് ഗൂഗിൾ എടുക്കുക, എല്ലാവരും ഗൂഗിളിൽ അടിച്ചു. അപ്പോൾ ഇത് നിങ്ങൾക്ക് പഠിക്കാൻ കൂടി വേണ്ടിയിട്ടോ, കാണുന്നവർ പഠിക്കാൻ വേണ്ടിയിട്ട് അതെന്താണെന്നുള്ളത് നിങ്ങളൊന്ന് അടിച്ചു നോക്കുക. അങ്ങനെ അതെടുത്ത് നോക്കുക. അപ്പോൾ അത് പോസിറ്റീവ് ആണെന്നുള്ളതാണ് നിൻ്റെ ടെസ്റ്റ് റിസൾട്ടിൽ ഒറിജിനൽ ലാബ് റിപ്പോർട്ടിലുള്ളത് എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ. ഈവൻ നിൻ്റെ അന്നത്തെ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിലടക്കം ആ ലാബിൽ വർക്ക് ചെയ്യുന്ന വ്യക്തികൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നീ ആ കമൻറ്റ് തൂക്കി. മനസ്സിലായല്ലോ, പുള്ളി ആ കമന്റ് അങ്ങ് തൂക്കി. അവന് അതിൽ തന്നെ ആ ലാബിൽ അല്ലെങ്കിൽ ലാബ് റിപ്പോർട്ട് തയ്യാറാക്കി ആരോ ഒരാൾ അതിൽ കമന്റ് ചെയ്തിരുന്നു എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അത് പുള്ളി എന്തായാലും മുക്കിയിട്ടുണ്ട്. ഇതുവരെ ഇതിനൊരു റീപ്ലൈ ആയിട്ട് പുള്ളി ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ നിങ്ങൾ ആളുകളെ പൊട്ടന്മാരാക്കുമ്പോൾ അല്ലെങ്കിൽ ലാബിനെ പൊട്ടന്മാരാക്കുമ്പോൾ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ എന്തിനാണ് ഈ പൊട്ടന്മാരാക്കുന്നത് ഉദ്ദേശിക്കുന്നത്? ഇത്രയൊക്കെ നീ എന്താ പറഞ്ഞ അലിഗേഷൻ അല്ല, മനസ്സിലായില്ലേ? നീ ചെയ്തതാണ് പറഞ്ഞത്, അതിന് അലിഗേഷൻ എന്ന് പറയില്ല, അതിന് ട്രൂത്ത്, സത്യം എന്നാ പറയാ. നിന്റെ പേരിൽ സത്യസന്ധമായി പറഞ്ഞൊരു കാര്യത്തെയാണ് നീ ഡൈവേർട്ട് ചെയ്തത്. വാട്ട് എവർ, അതേതായാലും ആളുകൾ പിടിച്ചിട്ടുണ്ട്. ഇപ്പൊ ആകെ നീ സത്യം പറയാലോ ഒരു സെപ്റ്റ് ടാങ്കിൽ വീണ ഒരു അവസ്ഥയാണ് നിന്റേത്. ഇനി നിന്നെ രക്ഷപ്പെടുത്താൻ ആർക്കെങ്കിലും കഴിയുമോ എന്ന് പോലും എനിക്കറിയില്ല. ഇനിയൊരു രക്ഷപ്പെടലില്ല, അതേതായാലും പൊളിഞ്ഞല്ലോ. ഈ നാടകം പൊളിഞ്ഞു. ഇനി അടുത്ത നാടകമായിട്ട് വാ, പൊക്കി പിടിച്ചു വാ. എന്തായാലും ഇനി അങ്ങോട്ടേക്ക് ഇപ്പൊ ഞാൻ പറയുന്നത് ഇതെന്റെ സെക്കൻഡ് വീഡിയോ ആണ്. അപ്പം എല്ലാവരും ഡു സപ്പോർട്ട്. എൻ്റെ ഒരു ഒപ്പീനിയൻ, എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതിൽ സീക്രട്ട് ഏജന്റ് പറഞ്ഞ കാര്യങ്ങളോട് എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ ഒപ്പീനിയൻ വളരെ മാച്ച് ആയതുകൊണ്ടാണ് സീക്രട്ട് ഏജന്റിന്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ എനിക്ക് ഫേസ് കാണിക്കാൻ താല്പര്യമില്ല, പക്ഷെ എൻ്റെ ഒപ്പീനിയൻ പറയാൻ എനിക്ക് താല്പര്യമുണ്ട്. അതുകൊണ്ടാണ് ഇവരുടെ തന്നെ വീഡിയോ തിരിച്ചും മറിച്ചും വെക്കുന്നത്. മുഖം നോക്കാതെ നമുക്ക് കാര്യം പറഞ്ഞാലോ? വായോ, മുഖം നോക്കാതെ കാര്യം പറയുന്ന എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ആളുകൾ ഇനിയും കാണുക, സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത്. എൻ്റെ ഒരു ശബ്ദവും എൻ്റെ ഒരു വേ ഓഫ് ടോക്കിംഗ് സ്റ്റൈൽസും
ഇഷ്ടമുള്ളവർ ഇതെന്തായാലും കാണാതിരിക്കില്ല. എനിക്കറിയാം ഞാനൊരു തുടക്കക്കാരിയാണ്, അപ്പൊ അതിൻ്റെതായ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവണം. ഏതായാലും പിന്നെ ഇതിൽ ഞാൻ വിളിക്കുന്ന ബാഡ് വേർഡ്സ് യൂസ് ചെയ്യുന്നത്, ഈ ബാഡ് വേർഡ്സ് ഒന്നും പോരാ, പക്ഷേ നമുക്ക് യൂട്യൂബിന് ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പം ഷമീർ എന്ന് പറയുന്ന ഒരു വ്യക്തി കള്ളന് കഞ്ഞി വെച്ചെന്ന്, ഇപ്പൊ ഈ കഞ്ഞി വെച്ചാലാണല്ലോ, ഇപ്പൊ കള്ളന് കഞ്ഞി വെച്ചെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പം അങ്ങനെ ഒരു വ്യക്തി വലിയ നല്ല ആളാവാൻ കളിക്കുന്നത് എന്തിനാണ് എന്നുള്ളത് മനസ്സിലാവുന്നില്ല. ആളുകളുടെ ഇടയിൽ ഞാൻ നല്ലവനാണ്, അവൻ നല്ലവനോ, അവന് നല്ലവനാവുന്നേ. പിന്നെ നമ്മുടെ സീക്രട്ട് ഏജന്റ് മുനവറിനെ വിളിപ്പിക്കുന്നുണ്ട്. മുനവർ മേ ബി ബെറ്റർ പേഴ്സൺ ആയിരിക്കും, അവരുടെ ഗ്യാങ്ങിൽ ഒരു ബെറ്റർ പേഴ്സൺ ആയിരിക്കാം എന്നല്ലാതെ, അവരുടെ ഗ്യാങ്ങിൽ ആര് വന്ന് പെട്ടോ, ഏതൊരു നല്ല വ്യക്തി, ഒരു സ്വാലിഹത്തായ ഒരു വ്യക്തി വന്ന് പെട്ടോ, ആ വ്യക്തി നല്ല വ്യക്തിയല്ല. കാരണം ഈ കണ്ടതൊക്കെ കണ്ണടച്ച് ഇരിക്കാൻ അവിടെ പറ്റുന്നുണ്ടെങ്കിൽ അതെങ്ങനെയാ നല്ല വ്യക്തിയാവാ? ഇനി സീക്രട്ട് ഏജന്റിനോടാണ് ചോദിക്കാനുള്ളത്. ഈ ക്വസ്റ്റ്യൻ സീക്രട്ട് ഏജന്റ് ഉത്തരം പറഞ്ഞേ പറ്റൂ. കാരണം സീക്രട്ട് ഏജന്റ് പറഞ്ഞിട്ടുണ്ട്, കള്ളുടിക്കുന്നവരെയോ അല്ലെങ്കിൽ അത്തരം ബാഡ് ഹാബിറ്റ്സ് ഉള്ളവരെ നിങ്ങളുടെ ഗ്യാങ്ങിൽ നിങ്ങൾ എടുക്കില്ല, അടിച്ച് പിറ്റേ ദിവസം ആവുമ്പോ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് എന്നേ കട്ട് ചെയ്യും എന്നൊക്കെ സീക്രട്ട് ഏജന്റ് ഒരു വീഡിയോയിൽ പറയണ്ടായി. അങ്ങനെയാകുമ്പോ സീക്രട്ട് ഏജന്റിന് ഇതിനെന്താ മറുപടി പറയാനുള്ളത്? അതായത് ആ ഗ്യാങ്ങിലുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഈ പെണ്ണുങ്ങളെ പറയുന്നതും, ഈ കഞ്ചാവ് വലിക്കുന്നതും, ഈ കള്ളുടിക്കുന്നതും, ഈ തോന്നിയ പോലെ ജീവിക്കുന്നതും, ഈ വേണ്ടാത്തരം കാണിക്കുന്നതും ഒക്കെ ചെയ്യുന്നത് കണ്ട ഒരാളാണ് മുനവർ. പിന്നെ എങ്ങനെയാണ് മുനവറിനെ വെളുപ്പിക്കാൻ തോന്നുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. മുനവറിന്റെ ഒരു വീഡിയോ ആയിട്ട് സീക്രട്ട് ഏജന്റ് വരുന്നുണ്ട്, എനിക്ക് ഒട്ടും താല്പര്യമില്ല കാണാനും കാണിക്കാനും. അപ്പൊ അതോടെ ഞാനത് സ്കിപ്പ് ചെയ്യാണ്. ഓക്കെ, ബൈ.